ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇത് സൺഡേയിലത്തെ വീഡിയോ ആണ് കേട്ടോ. ഞായറാഴ്ച രാവിലെ എഴുന്നേറ്റു എന്ന് പറയാൻ പറ്റത്തില്ല. ഞായറാഴ്ച ദിവസം എല്ലാ വീടുകളിലും അമ്മമാർ ലേറ്റായിട്ടാണല്ലോ എഴുന്നേൽക്കുന്നത്. ഞാനും ലേറ്റായിട്ടാണ് കേട്ടോ എഴുന്നേൽക്കുന്നത്. നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിൽ പോകാനായിട്ട് രാവിലെ എഴുന്നേൽക്കണം, ട്യൂഷനും കാര്യങ്ങളൊക്കെ അല്ലായിരുന്നോ. പഠിത്തമൊക്കെ കഴിഞ്ഞപ്പം സമാധാനമായി, ഇനിയിപ്പോൾ രാവിലെ എഴുന്നേൽക്കണ്ടല്ലോ, പഠിത്തമൊക്കെ കഴിഞ്ഞല്ലോ, സമാധാനമായല്ലോ എന്നും പറഞ്ഞിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പക്ഷേ ഇപ്പോൾ കുഞ്ഞുങ്ങളെയും ഹസ്ബൻഡിനെയൊക്കെ ജോലിക്ക് പറഞ്ഞു വിടുന്ന ഓരോ അമ്മമാരുടെ അവസ്ഥയല്ലേ. രാവിലെ എഴുന്നേൽക്കണം, പരിപാടികളൊക്കെ തുടങ്ങണം അല്ലേ, ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ രാവിലെ തന്നെ കടിഞ്ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ രാവിലത്തെ കോലം. ഇത് കടുക്ക് മണികൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. 2 കടുക് മണികൾ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഒരു സമയം 9 മണിയായി കാണും കേട്ടോ. 8:30 വരെയൊക്കെ കിടന്നുറങ്ങും. 9 മണി, ചില ദിവസം 9 മണി വരെയൊക്കെ കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ ആ ദിവസം ഞങ്ങളെല്ലാവരും 4 പേരും നന്നായിട്ട് കിടന്നുറങ്ങും. എവിടെയും പോകണ്ടെങ്കിൽ അവ കടിഞ്ചായ കുടിക്കുകയാണ്. പിന്നെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ ജീരകം, നമ്മുടെ പണ്ടത്തെ ജീരക മിഠായിയാണ് കേട്ടോ ഞാൻ നേരത്തെ കാണിച്ചത്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഭയങ്കര എന്തൊക്കെയോ കളിയിലും കാര്യങ്ങളിലൊക്കെ കണ്ണൻകുട്ടൻ ഇങ്ങനെ കസേര ഇങ്ങനെ പൊക്കി പൊക്കി കളിക്കുകയാണ്. പൊന്നുകുട്ടി അവിടെ കൗണ്ട് ചെയ്യും. അപ്പം എത്ര നേരം നിനക്ക് ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റുമെന്നൊക്കെയാണ് അവർ തമ്മിലുള്ള സംസാരം. അപ്പം ഈ ഞായറാഴ്ച ദിവസമാണ് ഞാനും രാകേഷനും കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചിട്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്നത്. ബ്ലാക്ക് ടീ ആണ് കേട്ടോ കുടിക്കുന്നത്. കടിഞ്ചായ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ബ്രഷിങ്ങും അങ്ങനത്തെ പരിപാടീസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓടിപ്പോയി ദോശ ഉണ്ടാക്കി. സാധാരണ എല്ലാ ഞായറാഴ്ച ദിവസവും ഇടിയപ്പവും മുട്ടക്കറിയല്ലേ എൻ്റെ വീഡിയോയിൽ കാണുന്നത്. പക്ഷെ ഇന്ന് ഒരു വെറൈറ്റി ആയിട്ടാന്ന് വിചാരിച്ച് ദോശ ഉണ്ടാക്കി കേട്ടോ. ഇടിയപ്പം ഇനിയിപ്പോൾ ലേറ്റ് ആയല്ലോ, എഴുന്നേൽക്കാൻ എന്തായാലും ലേറ്റായി. ഇച്ചിരി നേരത്തെയൊക്കെ എഴുന്നേൽക്കണം അല്ലേ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ആക്കണമെങ്കിൽ. അപ്പോൾ ലേറ്റ് ആയതുകൊണ്ട് ദോശ മാവുണ്ടായിരുന്നു, എന്തായാലും ദോശയും ചമ്മന്തിയും ആക്കി. അതൊക്കെ കഴിച്ചു കഴിഞ്ഞ് കണ്ണൻകുട്ടനും രാജേഷനും കൂടി ഒന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. എന്തെങ്കിലും സൺഡേ അല്ലേ. സത്യം പറയാമല്ലോ, ഈ വീട്ടിൽ ഇവർ കുഞ്ഞുങ്ങൾ 2 പേരും സ്കൂളിൽ പോകുമല്ലോ. രാജേഷനും ഓഫീസിലും പോകും. ഞാനായിരിക്കും ഒറ്റയ്ക്ക്. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്, ഒരു കാര്യത്തിനൊക്കെ പോകുന്നുണ്ട്. അത് ഞാനൊരു വർക്കിംഗ് ഡേ ദിവസത്തിലെ, സ്കൂളുള്ള ദിവസത്തിലെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് കേട്ടോ. ഒരു 3 മന്തായിട്ട് ഞാൻ പോകുന്നുണ്ട് കേട്ടോ ആ കാര്യത്തിന്. അത് ഞാൻ ഇതുവരെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. 3 മന്തായിട്ട് കണ്ടിന്യൂസ് ഞാൻ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ തുണി കഴുകാനിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ചെടികളൊക്കെ കുറച്ച് ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ ഞാനൊരു വർക്കിംഗ് ഡേ ദിവസത്തിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാം. ഞാൻ നല്ല തിരക്കായതുകൊണ്ടാണ് ഞാനത് എടുക്കാത്തത് കേട്ടോ. ചിലപ്പോൾ ഞാൻ മറന്നു പോകും രാവിലെ എഴുന്നേൽക്കും, അയ്യോ വീഡിയോ എടുക്കണമെന്ന് ഞാൻ ഇന്ന് പ്ലാൻ ചെയ്തതല്ലേ എന്നൊക്കെ. ഇത് ഞാൻ ചീര നട്ടിരിക്കുകയാണ് കേട്ടോ. ചീര തൈ ഒന്ന് പാകിയിട്ടുണ്ട്. ഇവിടെ ചെടി നടാനൊന്നും സ്ഥലമില്ല. നമ്മൾ നേരത്തെ വിശാലമായ പറമ്പുള്ളൊരു വീടിൻ്റെ ഏരിയയിലാണ് താമസിച്ചത്. പക്ഷേ ഇവിടെ നമുക്ക് മണ്ണില്ലാത്തൊരു പ്രശ്നമുണ്ട്. മണ്ണൊക്കെ പിന്നെ വേറെ വല്ലയിടത്തുനിന്നൊക്കെ എടുത്തിട്ട് വരണം. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് ഇവിടെ. സാരമില്ല, എന്തായാലും ചെടികളൊക്കെ കുറച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര കലാപരിപാടിയിലാണ്. പൊന്നുകുട്ടിയോട് ഇങ്ങനെ നമ്മൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കണം. പഠിക്കൂ എന്ന്. പൊന്നുകുട്ടി ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ എക്സാം കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ പറയാം കേട്ടോ ഏത് എക്സാം ആണെന്നും എല്ലാം. അപ്പോൾ അതിനൊരു പഠിത്തവും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ രാജേഷണം പോയി ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങൾ ഇന്ന് അങ്കമാലി മാങ്ങാക്കറി വെക്കാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് എടുക്കാം, ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ രാജേഷന് എപ്പോഴും പറയും എൻ്റെ പുറകെ നടപ്പാട്ടോ, ഞായറാഴ്ച ദിവസം നമുക്ക് അങ്കമാലി മാങ്ങാക്കറി വെക്കാം. അങ്കമാലി മാങ്ങാക്കറി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല, പക്ഷേ ഈ പ്രാവശ്യം വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണൻകുട്ടനും കഴിച്ചു, പൊന്നുകുട്ടിയും കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ, സംഭവം ഇച്ചിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം വെച്ചപ്പോൾ. ഇച്ചിരി പുളിയൊക്കെയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നിരുന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ വർക്കിംഗ് ഡേ ദിവസങ്ങളിൽ അധികം അങ്ങനെ ഉച്ച സമയത്ത് ഫുഡൊന്നും കാണത്തില്ല. എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഒരു കറിയും തട്ടിക്കൂട്ടിയാണ് ഞാൻ രാകേഷന് പറഞ്ഞു വിടുന്നത്. കണ്ണൻകുട്ടിന് എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ മതി. പൊന്നുകുട്ടി സ്കൂളിൽ നിന്നാണ് കഴിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ മിക്ക ദിവസങ്ങളിലും ചോറ് കഴിക്കാറില്ല. ഞാൻ എന്തെങ്കിലും ഫ്രൂട്ട്സ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വെജിറ്റബിൾസ് എന്തെങ്കിലും കട്ട് ചെയ്ത് കുക്കുംബറും ക്യാരറ്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേട്ടോ. ഞാൻ 2 ആഴ്ചയോളമൊക്കെ ചോറ് കഴിക്കാതൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ.
എനിക്ക് ആരുമില്ലെങ്കിൽ കഴിക്കാൻ തോന്നത്തില്ല. അതാണ് മെയിനായിട്ട് കാരണം. ഉച്ചയ്ക്ക് എനിക്ക് കൂടെ ആരെങ്കിലും വേണം ചോറ് കഴിക്കാൻ. ഇപ്പം അങ്ങനത്തെയൊക്കെയുള്ളൊരു രീതിയാണ്. അതുകൊണ്ട് ഒരു 2 ആഴ്ചയോളം വർക്കിംഗ് ഡേ ദിവസങ്ങളിൽ ഇവിടെ അങ്ങനെ കറിവെപ്പും കാര്യങ്ങളും. പിന്നെ രാത്രിയിലാണ് ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് കഴിക്കുന്നത് കൊണ്ട് രാത്രിയിൽ എന്തെങ്കിലും ചപ്പാത്തിയോ എന്തെങ്കിലും വെറൈറ്റി കറികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഞാൻ വെക്കാറുണ്ട് കേട്ടോ. കൂടുതലും ഉച്ചയ്ക്ക് അങ്ങനെ വർക്കിംഗ് ഡേ ദിവസങ്ങൾ അങ്ങനെയൊന്നും കാണത്തില്ല. അപ്പോൾ ദേ ഇവിടെ നമ്മുടെ അങ്കമാലി മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ വേറെ സെപ്പറേറ്റ് ഇടാൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദേ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ വലിയൊരു ഉരുളി എടുത്തു കേട്ടോ. അതിനകത്ത് ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ട് സാധാരണ ഉപ്പും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, ഇച്ചിരി കോണം ചിക്കൻ മസാലപ്പൊടി ഇടും കേട്ടോ. ഗരം മസാലപ്പൊടി ഇട്ടതുകൊണ്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കും. പിന്നെ നമ്മുടെ ഞാൻ ഇച്ചിരി കോൺഫ്ലോർ ഇടും കേട്ടോ. ഒരു ശകലം ഒരു സ്പൂൺ പോലും ഇടത്തില്ല, ഒരു ഇച്ചിരി കോൺഫ്ലോർ ഇടും. പിന്നെന്താണ് തൈരൊഴിക്കും, കറിവേപ്പില ഇടും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചിക്കൻ അവിടെ കുറച്ച് നേരം മാറ്റി വെക്കും. റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെച്ചിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞങ്ങളിവിടെ എല്ലാം ഫ്രൈ ചെയ്യുന്നതും എല്ലാം അങ്ങനെയാണ്. ഇതേ കറിവേപ്പില ഇട്ട് ആദ്യം ഇങ്ങനെ വറക്കും. അതിന് ശേഷം ഓരോ ചിക്കൻ പീസ് വെച്ചിട്ട് ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞായറാഴ്ച ദിവസം മാത്രമേ ഇവിടെ എന്തെങ്കിലുമൊക്കെ കറികൾ വെക്കാറുള്ളൂ ഞങ്ങളുടെ ഇവിടെ കേട്ടോ. ഈയിടെ കൊണ്ടാണ് കേട്ടോ, നേരത്തെ ഒന്നും അങ്ങനെയല്ലായിരുന്നു. കുറച്ച് നാളുകളായിട്ട് ഞായറാഴ്ച ദിവസമാണ് ഞങ്ങളുടെ വീട്ടിലെ എന്താ പറയുന്ന ഓണം എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ഞായറാഴ്ച ദിവസം രാജാവിനെ പോലെ ഭക്ഷണം കഴിക്കും. ഞങ്ങൾ 4 പേരും ഒരുമിച്ച് കൂടുന്ന ദിവസം ഹാപ്പി ആയിട്ട് ഇതുപോലെ മേശയൊക്കെ വലിച്ചിട്ട് 4 പേരും 4 സൈഡിലിരുന്ന് കഴിക്കും. അപ്പം എന്താ പറയുന്നത്, ചോറ് നേരത്തെ ആക്കിയായിരുന്നു. പിന്നെ അങ്കമാലി മാങ്ങാക്കറിയുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, പിന്നെ ക്യാബേജ് അല്ല ബീട്രൂട്ട് തോരൻ. ഞാൻ അവിടെ ഇരുന്നപ്പോഴും പറഞ്ഞു കേട്ടോ കുഞ്ഞിനോട്, ഇന്ന് ക്യാബേജ് തോരനുണ്ടെന്ന്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ക്യാബേജ് തോരനല്ല, ബീട്രൂട്ട് തോരനുണ്ട്. പിന്നെ സബോള ഇപ്പം ഞങ്ങളുടെ ഒരു ഡെയിലി ലൈഫിലൊരു പ്രധാനപ്പെട്ടൊരു സാധനം കേട്ടോ. ഇതുപോലെ സബോള കട്ട് ചെയ്ത് ഞാനും രാജേഷണ്ണും കഴിക്കും. പിന്നെ ചിലപ്പോൾ പൊന്നുകുട്ടി കഴിക്കും. പിന്നെ കുക്കുംബറൊക്കെ കാണും ചില ദിവസങ്ങളിൽ. ഇന്നിപ്പോൾ കുക്കുംബർ ഇല്ല കേട്ടോ, സബോള മാത്രമേ ഉള്ളൂ. രാജേഷൻ അവിടെ തക്കാളിയൊക്കെ അരിഞ്ഞു വെച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ. ഞാൻ ഭക്ഷണം കഴിച്ചു. രാജേഷൻ ആദ്യമേ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. 2 കടുക് മണികൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ ഭക്ഷണവും കൊണ്ട്. നമ്മുടെ കണ്ണൻകുട്ടനാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞും പിടിച്ചും ഒക്കെ വേണം എന്തെങ്കിലും ഒന്ന് ഇച്ചിരി ആഹാരം കഴിക്കാനായിട്ട്. അവൻ ആഹാരത്തിനോട് അത്ര വലിയ താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ലൊട്ടിലൊടുക്ക് ആഹാരം കഴിപ്പം കണക്കാണ്, ഭക്ഷണത്തിനോട് വലിയ ഇതില്ല. അങ്ങനെ 2 പേർക്കും വാരിയൊക്കെ കൊടുത്ത് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ്. ഈ സ്ഥലത്ത് പോകുന്നതിൻ്റെ വീഡിയോ, ആ സ്ഥലത്തിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ സെപ്പറേറ്റ് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഇത് തന്നെ അത്യാവശ്യം ലോങ് ഉണ്ടല്ലോ. എല്ലാം കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്താൽ എൻ്റെ കൂട്ടുകാരായ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും ബോറടിച്ചാലോ. അതുകൊണ്ട് ഞാൻ എവിടെയാണ് പോകുന്നതെന്നും ആ പോകുന്ന സ്ഥലത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ കാണിക്കാം. സൺഡേ ആകുമ്പോൾ 2 കടുകുമണികൾക്കും എവിടെയെങ്കിലും പോകണം. അച്ഛനെ വല വീശലാണ് പരിപാടി. അച്ചാബാ പോകാം. അത് ഇന്നൊന്നല്ല കേട്ടോ, പൊന്നുകുട്ടി കുഞ്ഞായിരുന്നപ്പോൾ തൊട്ട് എല്ലാ സൺഡേസിലും ഇത് കണക്ക് പോകും കേട്ടോ ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഒരു സ്ഥലത്തോട്ട് പോവാണ്. അതിൻ്റെ വീഡിയോ ഇതിൻ്റെ പുറകെ വരുന്നതായിരിക്കാം. ഇനി 2-3 ദിവസത്തേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.